ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സഭാവിശ്വാസികൾ പല കാലഘട്ടങ്ങളിലും പല സംശയവുമായി കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ആ സമയത്തെല്ലാം ദൈവശാസ്ത്ര പണ്ഡിതന്മാരായ സെയിൻറ്റ് അഗസ്റ്റിൻ, സെയിൻറ്റ് ജെറോം എന്നിവരെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും അങ്ങനെ അനുഗ്രഹീതരായ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാം. സഭാവിശ്വാസികളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായി റവറൻഡ് ഫാദർ ജോസ് മാണിപ്പറമ്പിലാണ് നമ്മളോടുകൂടെ ഇന്ന് ഈ എപ്പിസോഡിലുള്ളത്. എൻ്റെ പേര് സിനി. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ കരുപ്പശ്ശേരി ഫൊറോനയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഫരിസേയരും നിയമജ്ഞരും ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ ഒരടയാളം തരാം. അപ്പോൾ യേശു പറയും, യോനായുടെ അടയാളമല്ല, യോന പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊന്നും നൽകപ്പെടുന്നില്ല. അതിനകത്ത് പിന്നീട് നമ്മൾ വായിക്കുന്നത്, യോന പ്രവാചകൻ 3 രാവും 3 പകലും തിമിംഗലത്തിൻ്റെ ഉള്ളിലായിരുന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. പിന്നെ നമ്മൾ വായിക്കുന്നത്, യേശു വെള്ളിയാഴ്ച മരിച്ച് ഞായറാഴ്ച, അതായത് ഒരുക്കത്തിൻ്റെ ദിനത്തിൽ മരിക്കപ്പെടുകയും ഞായറാഴ്ച ആഴ്ചയുടെ 1-ാം ദിനം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. അപ്പോൾ അതിൽ ആ 3 രാവും 3 പകലും എന്നുള്ളത് ഒന്ന് വിശദീകരിക്കും. യേശു തൻ്റെ പീഡാനുഭവ പ്രവചനങ്ങൾ പറയുമ്പോൾ 3-ാം ദിവസം എന്നാണ് പറയണത്. 3-ാം ദിവസം, 3 രാവും 3 പകലുമെന്ന് മത്തായിയിൽ അവിടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ യേശു പീഡാനുഭവ പ്രവചനങ്ങൾ പറയുമ്പോൾ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന പറയണേ. യോന 3 രാവും 3 പകലും തിമിംഗലത്തിൻ്റെ വലിയ മത്സ്യത്തിൻ്റെ ഉള്ളിലായിരുന്നു. ആ അടയാളം യേശുവിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതേ സുവിശേഷം തന്നെയാണ് പറയണേ, 3 രാവും 3 പകലും ഉണ്ടായിരുന്നില്ല, 3-ാം ദിവസം അവന് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ 3 രാവും 3 പകലും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരല്പം തിരുത്താൻ, പിന്നീട് പറഞ്ഞ വചനം കൊണ്ട് മുമ്പ് പറഞ്ഞ വചനത്തെ തിരുത്തേണ്ടതുണ്ടെന്നാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വിജാതിരുടെ പ്രദേശത്ത് പോകരുതെന്ന് മത്തായി 10:5 വിജാതിരുടെ സ്ഥലങ്ങളിലേക്ക് പോകരുത്. അപ്പോൾ നമ്മളിപ്പോൾ വിജാതിയുടെ സ്ഥലത്തല്ലേ പോകരുതെന്നല്ലേ കർത്താവ് പറഞ്ഞാണേ. തോമസ് ലീഗ വിജാതിയുടെ സ്ഥലത്തേക്കല്ലേ പോയത്? പൗലോസ് വിജാതിയുടെ സ്ഥലത്തേക്കല്ലേ പോയത്? പോകരുതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മത്തായി 5:6. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 5-6. അപ്പോൾ എന്താണ് പിന്നീട് 28:19 യേശു പറയുന്നുണ്ട്, നിങ്ങൾ പോയി സകല ജനതകളെയും, ജനത എന്നവിടെ ഉദ്ദേശിക്കുന്നത് പുറജാതിക്കാരാണ്. എത്നോസ് എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ജനം, ദൈവത്തിൻ്റെ ജനത്തിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ലാവോസ് എന്നാണ്. പുറജാതിക്കാരെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ജനത. അപ്പോൾ പിന്നീട് യേശു പറഞ്ഞു പോകാൻ. അപ്പം മുമ്പ് പറഞ്ഞത് അന്നത്തെ ഒരു സാഹചര്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. 15-ാം അധ്യായത്തിൽ യേശു തന്നെ പുറജാതിക്കാരുടെ നാട്ടിൽ പോവുകയാണ്. കാനാനയുടെ നാട്ടിൽ ടൈർ സീദോൻ പ്രദേശത്ത് പോവുകയാണ്. അപ്പം ചില വചനങ്ങൾ അതിന് പിന്നീട് പറഞ്ഞ വചനം കൊണ്ട് നമ്മൾ തിരുത്തി വായിക്കേണ്ടതുണ്ട്. അങ്ങനെ വായിക്കേണ്ട ഒരു വചനമാണ് ഈ 3 രാവും 3 പകലും. പക്ഷെ അവിടെ അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്, ആഴപ്പെട്ടൊരർത്ഥമുണ്ട്. പുതിയ നിയമത്തിലെ യോന യേശുവാണ്. അതുകൊണ്ട് പിന്നീട് 16-ാം അധ്യായത്തിൽ പത്രോസിനോട് യേശു പറയുന്നത് യോനായുടെ പുത്രനായ ശെമയോൻ എന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാന്റെ പുത്രനായ ശെമയോൻ എന്നാണ് വിളിക്കണേ പത്രോസിനെ. യോഹന്നാൻ എന്നായിരുന്നു ശെമയോന്റെ അപ്പൻ്റെ പേര്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ യോനായുടെ പുത്രനെ പറയണേ. എന്തുകൊണ്ടാണ് ഈ മാറ്റം? യോന, പുതിയ നിയമത്തിലെ യോന യേശുവാണ്. പഴയ നിയമത്തിലെ യോന എന്താണ് ആ കപ്പലിലുള്ള ആൾക്കാരോട് പറഞ്ഞത്? പാപത്തിന് പരിഹാരമായിട്ട് എന്നെ കടലിലേക്ക് എറിയുക, പാപത്തിന് പരിഹാരമായി എന്നെ കടലിലേക്ക് എറിയുക. ഇതുപോലെ യേശു പറയുന്നൊരു രംഗമുണ്ട് ദൈവശാസ്ത്രപരമായിട്ട്.
നിങ്ങളുടെ എല്ലാം പാപത്തിൻ്റെ പരിഹാരമായി എന്നെ ജോർദാൻ നദിയിലേക്ക് എറിയുക. അതുകൊണ്ടാണ് പാപികളുടെ സ്ഥലത്തേക്ക് അവൻ ചുവട് വെച്ചത്. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ സ്നാനം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. ഇത് യേശു സ്വീകരിക്കേണ്ട ഒരു സ്നാനമായിരുന്നോ? അല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പേടിച്ചു പോയത്, സ്നാപക യോഹന്നാൻ. പക്ഷേ യേശു യോഹന്നാനോട് പറയാണ്, നീ ഇപ്പം ഇതിന് സമ്മതിക്കുക, എന്നെ എടുത്ത് വെള്ളത്തിലിടുക, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് എന്നെ എടുത്ത് വെള്ളത്തിലിടുക. ആ സന്ദർഭത്തോടു കൂടി യേശു പുതിയ നിയമത്തിലെ യോനയായി മാറി. അന്ന് കപ്പലിലുള്ള മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം, പുറജാതിക്കാരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് യോനായിട്ടതുപോലെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് മുഴുവൻ പരിഹാരമായി യേശു വെള്ളത്തിലേക്ക്, ജോർദാനിലെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവാണ് യോന, പുതിയ യോന എന്ന് അവതരിപ്പിക്കുകയാണ് മത്തായി. അതിനാൽ യോനായുടെ പുത്രനായ ശെമയോനെ എന്ന് പത്രോസിനെ വിളിക്കുമ്പോൾ യേശുവിൻ്റെ വിശ്വാസത്തിലെ പുത്രൻ എന്നർത്ഥം. യേശുവിൻ്റെ പുത്രനാണ് പത്രോസ് എന്നർത്ഥം. തുടർച്ചയാണത്. ഇനി അവനിലൂടെ വേണം യേശുവിൻ്റെ പിന്തുടർച്ച നടക്കാനായിട്ട് എന്നുകൂടി അർത്ഥമുണ്ട്. അച്ഛൻ, എൻ്റെ പേര് ദിവ്യ സൂരജ്. ഞാൻ ആലപ്പുഴയിൽ പുളുങ്കുന്ന് സെയിൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഉള്ള ചോദ്യം, വചനപ്രഘോഷണം എന്നത് സഭയുടെ അടിസ്ഥാനപരമായ ദൗത്യമാണ്. ഈശോ ശിഷ്യന്മാർക്ക് നൽകിയ അവസാനത്തെ കൽപ്പന എന്ന് പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനെന്നായിരുന്നു. എന്നാൽ ഇന്ന് അനേകം വിശ്വാസികളായിട്ടുള്ള അനേകം പേര് സഭയിൽ നിന്നും മറ്റ് സഭാവിഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റു മതങ്ങളിലേക്കും മറ്റ് പ്രബോധനങ്ങളിലേക്കും ഒക്കെ ആകർഷിക്കപ്പെടുന്നുണ്ട്. അത് വചനപ്രഘോഷണം എന്ന അടിസ്ഥാന ദൗത്യത്തിൽ നിന്നും സഭ അല്പമെങ്കിലും വ്യതിചലിച്ചിട്ടില്ലേ എന്നതല്ലേ ഇതിനുള്ള തെളിവ്? അതിനെക്കുറിച്ച് അച്ഛനുള്ള അഭിപ്രായം എന്താണ്? വചനപ്രഘോഷണത്തിന് സഭ കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്. രണ്ടാം വത്തിക്കാൻ സൂനോദോസ് കുർബാനയെ പോലും വചനപ്രഘോഷണം എന്നാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വചനപ്രഘോഷണം പല തലങ്ങളിലുണ്ട്. വാക്കുകൊണ്ടുള്ള വചനപ്രഘോഷണം, നമുക്ക് ഇച്ചിരി കൊണ്ട് പുറകിലേക്ക് പോയാൽ, ദൈവം മനുഷ്യനായ ആളാണല്ലോ യേശു ക്രിസ്തു. ദൈവം മനുഷ്യനായ ആളാണെങ്കിൽ ആ ആളായിരിക്കണ്ടേ ഏറ്റവും പൂർണ്ണതയുള്ള മനുഷ്യൻ, എല്ലാം തികഞ്ഞ മനുഷ്യൻ. അതെ, ദ പെർഫെക്റ്റ് മാൻ, ദ കംപ്ലീറ്റ് മാൻ. ആ യേശു എന്ന രഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതാണ് നമുക്ക് നമ്മുടെ രഹസ്യം അറിയാൻ, നമ്മൾ എന്തിനാണ് ഭൂമിയിൽ വന്നത്, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ഈ രഹസ്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ഏറ്റവും നല്ല മാർഗം യേശു എന്ന രഹസ്യം തിരിച്ചറിയുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം കൂടി, യേശു എന്ന രഹസ്യത്തെ എങ്ങനെ അറിയാം? 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന് വചനം, മറ്റൊന്ന് കൂദാശ. രണ്ടും കൂടി ചേരുമ്പോഴാണ് വചനപ്രഘോഷണമാകുന്നത്. സഭ ഒരു കാലഘട്ടത്തിൽ കൂദാശയ്ക്ക് ഒരല്പം അമിത പ്രാധാന്യം കൊടുത്തു. മറ്റ് സഭാവിഭാഗങ്ങൾ ഈ വചനത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും കൂദാശകളെ അവഗണിക്കുകയും ചെയ്തു. ആ വചനത്തിലേക്ക് നമ്മൾ കയറുന്ന വിധമാണ് കൂദാശ. വചനപ്രഘോഷണം എന്ന് പറയുന്നുണ്ടല്ലോ, വചനം, ആ വചനത്തിനുള്ളിലേക്ക് നമ്മൾ ആവാഹിക്കപ്പെടണം. ആ ആവാഹിക്കപ്പെടുന്ന കർമ്മത്തിനെയാണ് കൂദാശ എന്ന് പറയണേ. അപ്പോൾ അവർ വചനപ്രഘോഷണം മാത്രമായിട്ട് നിന്നു, നമ്മൾ ഈ ആവാഹനം മാത്രമായി നിന്നു, കിട്ടിയത് പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ അതിനെതിരെയുള്ള ദൈവത്തിൻ്റെ ഒരു വിപ്ലവമായിരുന്നു കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്. വചനപ്രഘോഷണത്തിൻ്റെ തലങ്ങളിലേക്ക് വന്നു. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചില ആളുകൾക്ക് തോന്നി അവർക്കാണ് വചനം ആദ്യമായിട്ട് മനസ്സിലായെന്ന്. ആദ്യമായിട്ട് മനസ്സിലായ വ്യക്തികൾ ഓരോരുത്തർ ഓരോ സഭ തുടങ്ങാൻ തുടങ്ങി. അതത്ര ശരിയായ രീതിയാണോ? അല്ല. സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അതിന് പകരം ഓരോരുത്തരും എനിക്ക് ഇന്നത് മനസ്സിലായി, അതുകൊണ്ട് ഞാനൊരു പുതിയ സഭ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് പോയാൽ കർത്താവ് സ്ഥാപിച്ച സഭയെ വികലമാക്കാനേ അത് കഴിയും. മാത്രമല്ല, ഇങ്ങനെ പോയവർക്കൊക്കെ വ്യക്തിപരമായ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അത് ശരിയായ രീതിയല്ല. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കാൻ സഭയോട് ചേർന്ന്, എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയോട് ചേർന്ന്, അവിടെയാണ് യേശു നൽകിയ വചനത്തിൻ്റെ പൂർണ്ണതയുള്ളത്. അവിടെയാണ് എല്ലാ വചനത്തിൻ്റെയും പൂർണ്ണതയുള്ളത് സഭയിൽ തന്നെയാണ്. ഇവർ ഉദാഹരണം പറഞ്ഞാൽ, പത്രോസ് എന്ന പാറമേൽ എൻ്റെ സഭ സ്ഥാപിക്കും. പത്രോസിനെയും പത്രോസിന്റെ പിൻഗാമികളെയും അംഗീകരിക്കാത്തവർ എങ്ങനെയാണ് ആ വചനം ജീവിക്കുന്ന വചനമായിട്ട് അംഗീകരിക്കുക? നടപടി ഗ്രന്ഥത്തിൽ വരികയാണെങ്കിൽ ഭാഷാപരം, പ്രവചനപരം, അങ്ങനെ ധാരാളം വരങ്ങൾ കിട്ടി സമരിയായിലെ ജനങ്ങൾക്ക്. പക്ഷെ സഭ ഉടനെ ചെയ്തെന്താണ്? ഉടനെ തന്നെ പത്രോസിനെയും അപ്പസ്തോലന്മാരെയും അയച്ച് അവരുടെ മേൽ ആത്മാവ് വരാൻ വേണ്ടി കൈവപ്പ് പ്രാർത്ഥന നടത്തി. അവർക്ക് ഭാഷാപരമുണ്ട്, പ്രവചനപരമുണ്ട്, അത്ഭുതപരമുണ്ട്, രോഗശാന്തി വരയ്ക്കുണ്ട്. പക്ഷെ അപ്പസ്തോലിക്ക് പിന്തുടർച്ചയില്ല. അതിനാൽ സഭ ഉടനെ തന്നെ ചെയ്തത് സമരിയായിൽ ഈ
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പസ്തോലിക പിന്തുടർച്ചുണ്ടാകാൻ വേണ്ടി അപ്പസ്തോലന്മാരയച്ച് അവർക്ക് കൈവപ്പ് ശുശ്രൂഷയിലൂടെ ആത്മാവിൻ്റെ ദാനം കൊടുക്കുകയാണ്. ഈ പിന്തുടർച്ചയില്ലാത്ത ഒരു സഭയും സത്യസഭയല്ല. അതിനാൽ വചനപ്രഘോഷണം നമ്മുടെ പോരായ്മ നമ്മൾ നികത്തേണ്ടതുണ്ട്. വചനം മനസ്സിലായ വ്യക്തികൾ സഭയിൽ നിന്ന് പുറത്തു പോയി ഓരോ കൊച്ചു കൊച്ചു കൂടാരങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്, സഭയുടെ വചനപ്രഘോഷണത്തിൽ സഹായിക്കുക തന്നെയാണ്. എൻ്റെ പേര് സ്റ്റെജി ഫ്രാൻസി. ഞാൻ വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ഇടവാംഗമാണ്. എൻ്റെ ചോദ്യം ഇതാണ്: സ്ത്രീ പൗരോഹിത്യം ഇന്ന് വളരെയേറെ ചർച്ചാ വിഷയമായിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ സ്ത്രീ പൗരോഹിത്യം അംഗീകരിക്കാത്തത്? വചനാധിഷ്ഠിതമായ അച്ഛനൊന്ന് വിശദീകരിക്കാമോ? യേശുവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു, സ്ത്രീകളും ശിഷ്യന്മാരുണ്ടായിരുന്നു. അക്കാലത്ത് സ്വന്തം ഭാര്യയോട് പോലും ഒരു യഹൂദ റബ്ബിക്ക് പരസ്യമായി സംസാരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും യേശുവിൻ്റെ കൂടെ ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു, സ്ത്രീകൾ. പക്ഷേ പൗരോഹിത്യം കൊടുക്കുന്ന രംഗത്ത് ആണുങ്ങളായ ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ, സ്ത്രീകളുടെ സാന്നിധ്യമില്ല. നമ്മുടെ ചോദ്യം ഇതാണ്: യേശു എന്തുകൊണ്ട്, ഇത്രമാത്രം വിപ്ലവങ്ങളൊക്കെ നടത്തിയ യേശു എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പൗരോഹിത്യം കൊടുത്തില്ല? ഒന്നുകൂടി ചോദിച്ചാൽ, യേശു ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ സഭയ്ക്ക് അധികാരമുണ്ടോ? യേശു ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ സഭയ്ക്ക് അധികാരമില്ല എന്നാണ് നമ്മൾ പണ്ട് മുതൽ വിശ്വസിക്കുന്നതും ഇപ്പോൾ വിശ്വസിക്കുന്നതും. അതിനാൽ സഭയ്ക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പറ്റാഞ്ഞിട്ടാണ്. യേശു ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ സഭയ്ക്ക് അധികാരമില്ല. അച്ഛൻ, എൻ്റെ പേര് റോസ് ബേസിൽ. ഞാൻ മുനമ്പം മഞ്ഞുമാത ഇടവകമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, സഭ ഇന്ന് വളരെയധികം വെല്ലുവിളികൾ നേരിടണം, പ്രത്യേകിച്ച് പൗരോഹിത്യ ജീവിതത്തിലും സന്യാസ ജീവിതത്തിലും. അപ്പോൾ ഇത് തന്നെയാണ് സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി? ഓരോ കാലയളവിലും ഓരോ വെല്ലുവിളികളാണ് സഭയ്ക്കുള്ളത്. ആ വെല്ലുവിളികളെ നമ്മൾ നേരിടേണ്ടതുണ്ട്, അതിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടതുണ്ട്. പൗരോഹിത്യവും സന്യാസവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലയളവ് തന്നെയാണിത്. പക്ഷെ ഓരോ വെല്ലുവിളിയും, ഞാൻ പറയും വെല്ലുവിളിയേക്കാൾക്കുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് അതിനകത്ത്, ഒരു ഇടർച്ചയുണ്ട്. ആ ഇടർച്ചയും പ്രതിസന്ധിയും, ഓരോ പ്രതിസന്ധിയും മറ്റൊരു വീക്ഷണകോണിലൂടെ നോക്കിയാൽ ഒരു അവസരം തരികയാണ്, ഒരു പുതിയ അവസരം. എന്തിനാണ്? പൗരോഹിത്യത്തിലുള്ളവർ ഒരു ആത്മവിശുദ്ധീകരണത്തിനെ കടന്നു പോകേണ്ട ഒരു തീച്ചൂളിലൂടെ കടന്നു പോകുന്നതാണ് ഞാൻ പറയുക. അങ്ങനെ പോകേണ്ടതുണ്ട്. ഈ തീച്ചൂളിലൂടെ കടന്നുപോയി പൗരോഹിത്യം കുറേ കൂടി വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിന് ദൈവം തന്നിരിക്കുന്ന ഒരു സുവർണാവസരമാണ് നമുക്ക് ചുറ്റും കാണുന്ന, അല്ലെങ്കിൽ നാം ഈ കാണുന്ന വെല്ലുവിളിയോ പ്രതിസന്ധിയോ ഇടർച്ചയോ ഒക്കെ. നമ്മളതിനെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുകയും ഞാൻ അടക്കമുള്ള ഒരു ആലോചിക്കണം, എവിടെയാണ് ഞങ്ങൾ തിരുത്തേണ്ടത്, എങ്ങനെയാണ് നമുക്ക് വിശുദ്ധീകരണം സംഭവിക്കേണ്ടത്, ജനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി നിൽക്കാൻ നമ്മൾ എന്തുമാത്രം ആത്മവിശുദ്ധീകരണത്തിനായി യത്നിക്കേണ്ടതുണ്ട്. സഭ ഒറ്റക്കെട്ടായി ചിന്തിക്കേണ്ട ഒരു സംഗതി കൂടിയാണിത്. കാരണം പുരോഹിതന്മാർ ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നവരല്ല, കുടുംബത്തിൽ നിന്നുണ്ടാകുന്നവരാണ്. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഈ പ്രശ്നങ്ങൾ അതിരൂക്ഷമായ തരത്തിലുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഈ പറഞ്ഞ ധാർമ്മിക മൂല്യങ്ങൾക്ക് വലിയ ച്യുതി സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം പൗരോഹിത്യത്തിലേക്കും കടന്നു വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നണേ. ഞങ്ങൾ സെമിനാരി പഠിപ്പിക്കുന്നത് ആദ്യത്തെ റെക്ടർ, സെമിനാരി റെക്ടർ അപ്പൻ, വൈസ് റെക്ടർ അമ്മ എന്നാണ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ കുടുംബങ്ങളിലെ വിശുദ്ധീകരണത്തിനും അവിടെ നിന്ന് വരുന്ന പുരോഹിതന്മാരുടെ വിശുദ്ധീകരണത്തിനും ഒറ്റക്കെട്ടായി നമ്മൾ ശ്രമിക്കേണ്ട ഒരു അവസരം കർത്താവ് തുറന്നു തരികയാണ് എന്നാണ് ഞാൻ വിചാരിക്കണേ. വൈദികൻ്റെ ദിവ്യവസ്ത്രത്തിൽ ചെളി വീണിരിക്കുന്നു, കഴുകണം. കഴുകാനുള്ള സംവിധാനങ്ങളൊക്കെ സഭയിലുണ്ട്. പാപമോചനത്തിനും വിശുദ്ധീകരണത്തിനും മാർഗങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ധാരാളമായിട്ട് വചനത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പുരോഹിതന്മാരോടും പറയാനുണ്ട്. അതായത് മിക്ക പുരോഹിതന്മാരും വചനത്തെക്കാൾ കൂടുതൽ മറ്റ് ശാസ്ത്രശാഖകളാണ് കൂടുതൽ പഠിക്കണേ. ദൈവജനത്തിന് വേണ്ടത് വചനമാണ്, കൂദാശയാണ്. അപ്പം അതിനാൽ വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരാൻ പുരോഹിതന്മാരും പരിശ്രമിക്കണം. അതുപോരാ, നമ്മുടെ പ്രാർത്ഥനകൾ അവർ താങ്ങും വേണം. എൻ്റെ പേര് ജോസ്ലിൻ, കടുപ്പശ്ശേരി ഇടവകാംഗമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അന്ത്യവിധി നാളിൽ ദൈവം എല്ലാ വിശുദ്ധരോടൊപ്പം നമ്മളെ ന്യായവിധിക്കായി വരുമെന്നാണ്. അപ്പം നമ്മെപ്പോലെ തന്നെ ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്തിലെത്തിയ വിശുദ്ധർക്കും അന്ത്യവിധി ഉണ്ടാകുമോ? അതുപോലെ തന്നെ നമ്മുടെ അന്ത്യവിധി എന്തായിരിക്കും? ബൈബിളിൽ അധിഷ്ഠിതമായ സഭയുടെ പ്രബോധനം തനത് വിധി, പൊതുവിധി അങ്ങനെ ഉണ്ടെന്നാണ്. നമ്മൾ മരിക്കുമ്പോൾ അപ്പം നമ്മുടെ വിധി നടന്നു. അതേക്കുറിച്ച് മുമ്പൊരു നമ്മുടെ ഒരു ചോദ്യത്തിൽ ഉത്തരം ഞാൻ പറഞ്ഞിരുന്നു. സ്വർഗം,
ശുദ്ധീകര അവസ്ഥ, നരകം എന്നുള്ളത്. അന്ന് വിധിച്ചവരെ പിന്നെയും വിധിക്കും എന്നല്ല ഈ പൊതുവിധിയുടെ അർത്ഥം. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും വിശ്വസിക്കുന്നെന്നാണ്. മുമ്പ് മരിച്ചവരെയും വിധിച്ചവരെയും വീണ്ടും കൊണ്ടുവന്ന് വിധിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ എന്താണ് ആ വാക്കിനർത്ഥം? അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രപഞ്ചം എന്താണ് എന്നുകൂടി ഒരു വാക്ക് പറയേണ്ടതുണ്ട്. നമ്മൾ സാധാരണ മനുഷ്യർ വിചാരിക്കുന്നത് ഈ പ്രപഞ്ചം ഒരു പാത്രമായിട്ടാണ്. അങ്ങനെയുള്ളൊരു പാത്രത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇങ്ങനെ കുറേ നക്ഷത്രങ്ങളും ഗാലക്സികളൊക്കെ ദൈവം വെച്ചിരിക്കുന്നതെന്നാണ്. അങ്ങനെയല്ല പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയയാണ്. പ്രപഞ്ചം വികസിക്കുന്നു എന്നാണ് ശാസ്ത്രം പോലും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രക്രിയ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ്, ഈ പ്രോസസ്സിന് ഒരു അന്ത്യമുണ്ടോ ഇല്ലയോ? അന്ത്യമുണ്ടെങ്കിൽ എവിടേക്കാണ് ഈ പ്രോസസ്സ്? ഇത് ചരിത്രമാണ്. ചരിത്രവും പ്രപഞ്ചവും ഒന്ന് തന്നെയാണ്. ചരിത്രവും പ്രപഞ്ചവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ചരിത്രം ചലിക്കുന്നു, പ്രപഞ്ചം ചലിക്കുന്നു. എവിടേക്ക്? അത് യേശുക്രിസ്തു എന്ന ഒമേഗ പോയിന്റിലേക്ക് ചലിക്കുന്നു. ആ പോയിന്റിൽ എത്തുമ്പോൾ അവിടെ അന്ന് ജീവിക്കുന്നവരെയും അന്ന് മരിച്ചവരെയും വിധിക്കുന്ന ആ ദിവസമാണ് പൊതുവിധി എന്ന് പറയണേ. പണ്ട് മരിച്ചവരെ വീണ്ടും വിധിക്കാൻ വേണ്ടി വരികയല്ല. അപ്പോൾ സ്വർഗത്തിൽ പോയവരെ പിന്നെയും കൊണ്ടുവന്ന് വിധിക്കുന്നു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഈ പ്രപഞ്ചമെന്ന പ്രക്രിയ, പ്രപഞ്ചമെന്ന ചരിത്രം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ അന്ന് ഈ പ്രപഞ്ചത്തിലായിരുന്ന മനുഷ്യർ, അതുവരെ വിധിക്കപ്പെടാത്ത മനുഷ്യർ അവൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കണം. അവൻ അവരെ അളക്കും. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മുമ്പ് വിധിച്ചവരെ പിന്നെ വിധിക്കുമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നില്ല. അച്ഛാ, എൻ്റെ പേര് ബിജി തോമസ്. ഞാൻ പാലാ രൂപതയിൽ കുറുവിലങ്ങാട് മർത്താമറിയം ഫൊറോന ചർച്ചിലെ ഇടവകാംഗമാണ് ഞാൻ. ഇപ്പോൾ ഞാനിവിടെ അച്ഛനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ്. അപ്പം നമ്മൾ കത്തോലിക്കരായ നമ്മുടെ സഭയിൽ മാതാവിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം മാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ച്, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്നതിൻ്റെ ആമുഖത്തെക്കുറിച്ചും ഒന്ന് അച്ഛൻ വിശദീകരിച്ച് തരാമോ? ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ അടുക്കൽ വന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതൽ 38 വാക്യങ്ങൾ. എന്നിട്ട് പറഞ്ഞ വാക്കുകൾ ഗ്രീക്കിലാണ് ലൂക്ക എഴുതിയത്. അതിനാൽ ഗ്രീക്കിൽ തന്നെ ഞാൻ പറയണ വാക്ക് കൈറേ കെക്കരിത്തോമനെ എന്നാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിസംബോധന ചെയ്തത്. കൈറേ എന്ന് പറഞ്ഞാൽ ആനന്ദിച്ചാലും എന്നാണ് ശരിക്കർത്ഥം. നമ്മൾ സ്വസ്തി എന്നാണ് തർജ്ജമ ചെയ്യണേ, ഹെയിൽ എന്ന് ഇംഗ്ലീഷിൽ. പക്ഷെ ശരിക്ക് പറഞ്ഞാൽ റിജോയ്സ് എന്നാണ് ശരിക്കും വേണ്ടത്. ആനന്ദിച്ചാലും, കൈറേ എന്ന് വെച്ചാൽ ആനന്ദിക്കുകയാണ്. പിന്നത്തെ വാക്ക് കെക്കരിത്തോമനെ എന്നാണ്. കാരിസ് എന്ന വാക്കിൻ്റെ പാർട്ടിസിപ്പിയൽ ഫോമാണ് ഈ കെക്കരിത്തോമനെ. കാരിസ് എന്ന് വെച്ചാൽ കൃപ, വരദാനം, വരപ്രസാദം എന്നൊക്കെ പറയുന്ന, അങ്ങനെയാണ് നമുക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുക. പക്ഷെ അത് ഉപയോഗിച്ചിരിക്കുന്ന പാർട്ടിസിപ്പിയൽ ഫ്രേസ് കെക്കരിത്തോമനെ എന്ന് പറഞ്ഞാൽ ശരിക്കത് തർജ്ജമ ചെയ്യുന്ന വലിയ പ്രയാസമുണ്ട്. പാർട്ടിസിപ്പിയൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇപ്പം ഐ ഹാവ് ബീൻ കമ്മിങ് ടു UAE എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണ്ട് മുതലേ ഞാൻ വന്നുകൊണ്ടിരുന്നു, ഇപ്പോഴും വരുന്നു, ഇനിയും വരുമെന്നാണ്. അല്ലെങ്കിൽ ഞാൻ വന്നു അല്ലേ, ഐ കെയിം എന്നല്ലേ, അല്ലെങ്കിൽ ഞാൻ ഐ കം എന്നാണ്. ഐ ഹാവ് ബീൻ കമ്മിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വാക്കിനർത്ഥം. ഇതാണ് പാർട്ടിസിപ്പിയൽ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം. കെക്കരിത്തോമനെ എന്ന് പറയുന്ന വാക്കിന് ഇതാണ് അർത്ഥം. പണ്ഡിതന്മാർ, ഇത് ഗ്രീക്ക് പണ്ഡിതന്മാരും ഹെബ്രായ പണ്ഡിതന്മാരും ലത്തീൻ പണ്ഡിതന്മാരും ഒക്കെ ഇത് ചർച്ച ചെയ്തിട്ട് അവർക്ക് മനസ്സിലായ ഒരു അർത്ഥം, ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ ജെറോം വലിയ പണ്ഡിതനായിരുന്നു. 28 വർഷം കൊണ്ടാണ് അദ്ദേഹം ഹെബ്രായ ബൈബിളും ഗ്രീക്ക് ബൈബിളും ലത്തീനിലേക്ക് തർജ്ജമ ചെയ്തത്. അതൊക്കെ ഈ വാക്ക് തർജ്ജമ ചെയ്യാൻ വല്ലാതെ പ്രയാസപ്പെട്ടു. കാരണം പണ്ട് മുതലേ കൃപയുടെ കനാല് ഒരാളിലേക്ക് ദൈവം തിരിച്ചു വെച്ചിരിക്കുക. അപ്പം എങ്ങനെ തർജ്ജമ ചെയ്യും? അപ്പം അദ്ദേഹം തർജ്ജമ ചെയ്തു ഗ്രാസിയ പ്ലാന. ഗ്രാസിയ വരം, വരപ്രസാദം, പ്ലാന വരപ്രസാദത്തിൻ്റെ പൂർണ്ണതയുള്ളവൾ. പ്ലാന എന്ന് വെച്ചാൽ പ്ലെനിറ്റ്യൂഡ്, പൂർണ്ണതയുള്ളവൾ. വരപ്രസാദത്തിൻ്റെ പൂർണ്ണതയുള്ളവൾ, നമ്മളതിനെ മലയാളത്തിലാക്കി നന്മ നിറഞ്ഞ മറിയം. നന്മ നിറഞ്ഞ മറിയം. അതുപോലും, ആ പരിഭാഷ പോലും കെക്കരിത്തോമനെ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അടുത്തെത്തില്ല. ഞാനത് ഇങ്ങനെ പറയാം, ലോകാരംഭം മുതൽ ദൈവത്തിൻ്റെ കൃപയുടെ ചാല് ഏത് വ്യക്തിയിലേക്ക് തിരിഞ്ഞിരുന്നുവോ അവളെ എന്നാണ് ഗബ്രിയേൽ മാലാഖ പറയുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ, ദൈവത്തിൻ്റെ പടയാളി എന്ന് പറയുന്ന ആ ദൂതനാണ് മറിയത്തോട് പറയുന്നത്, ദൈവത്തിൻ്റെ വരപ്രസാദം, ദൈവത്തിൻ്റെ കൃപ പണ്ട് മുതലേ ആരിലേക്ക് തിരിഞ്ഞിരുന്നുവോ ആ അവളാണ് നീ ആനന്ദിച്ചാലും. അങ്ങനെ
ദൈവത്തിൻ്റെ മാലാഖ വിളിച്ച ഒരു സ്ത്രീയാണ് മറിയം. മറിയം രക്ഷിക്കപ്പെട്ടവളാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അവളെ രക്ഷിച്ചതെപ്പോഴാണ്? അവളുടെ ജന്മത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ. യേശുവാണ് ഏകരക്ഷകൻ, യേശുവാണ് മറിയത്തിനെ രക്ഷിച്ചത്. പക്ഷേ രക്ഷിച്ച നിമിഷം ഏതാണ്? മറിയത്തിൻ്റെ ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ. അന്ന് മുതൽ കൃപയുടെ ചാല്, കൃപയുടെ ഈ കനാല് അവളിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു. ആ വാക്കിനെ അടിസ്ഥാനമാക്കിയാണ് മറിയം അമലോത്ഭവയാണ് എന്ന് നമ്മൾ നിഗമനത്തിലെത്തിയത്. പിന്നെയും ഒരുപാട് വചനങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു വാക്ക് മതി. മറിയം രക്ഷിക്കപ്പെട്ടവളാണെങ്കിലും അത് അവളുടെ ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതലാണ് എന്ന് സഭ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം. സാവകാശമാണ് സഭയ്ക്ക് ഇതെല്ലാം വെളിപ്പെട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണമായ അറിവിലെത്തുമ്പോഴേ സഭ അത് വിശ്വാസ പ്രഖ്യാപനമായിട്ട് അവതരിപ്പിക്കുന്നത്. നമ്മൾ തർജ്ജമകളെ മാത്രം ആശ്രയിക്കുമ്പോൾ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് ഇപ്പോൾ POC ബൈബിളിൽ കിടക്കണേ, നല്ല തർജ്ജമയാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് ലത്തീൻ പരിഭാഷയിൽ കിടക്കണേ. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും തന്നെ ലൂക്ക എഴുതിയ ആ തിരുവചനത്തിൻ്റെ അടുത്തെത്തുന്നില്ല. അതിനാൽ അവൾ നന്മയുടെ, കൃപയുടെ, വരപ്രസാദത്തിൻ്റെ പൂർണ്ണതയുള്ളവൾ തന്നെയാണ് അവളുടെ ജന്മത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ. പക്ഷേ എൻ്റെ പേര് ചിൻറ്റു ബൈജു. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കൈതവന ഇടവകയിലെ അംഗമാണ്. അച്ഛാ, എനിക്ക് എക്സോസിസത്തെക്കുറിച്ച് ഒരു സംശയമാണ് ചോദിക്കാനുള്ളത്. കാരണം ഞാനൊരു ധ്യാനത്തിന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവിടെ വന്നിരുന്നൊരു പെൺകുട്ടി അണിഞ്ഞിരുന്ന ഒരു മോതിരത്തിൽ പൈശാചിക ബന്ധനമുണ്ടെന്നിങ്ങനെ പറഞ്ഞു. അതിന് അവിടുത്തെ പുരോഹിതൻ പറഞ്ഞത് അത് പൂർണ്ണമായി ഉപേക്ഷിക്കുക, അതിങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. അത് ആ കുട്ടിയും അമ്മയും ഒരുമിച്ച് പോയി ഒരു സാധാരണ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അല്ലാതെ ആ കുട്ടിക്ക് ആരും കൊടുത്തതൊന്നുമല്ല. അപ്പോൾ സാധാരണക്കാരായ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് ഒരു കടയിൽ പോയി ഒരു സംഭവം വാങ്ങിക്കുക, അല്ലാതെ അത് ഉപയോഗിക്കാൻ പറ്റുന്നത്? അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്ന് അച്ഛനൊന്ന് വിശദീകരിച്ച് പറയാമോ? നമ്മുടെ അനുവാദം കൂടാതെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ അനുവാദം കൂടാതെ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമോ? ഇല്ലയോ? ഇല്ല. ദൈവത്തിന് പോലും നമ്മുടെ കാര്യത്തിൽ ഒരു പരിമിതിയുണ്ട്. വിശേഷ ബുദ്ധിയും സ്വാതന്ത്ര്യവും സ്നേഹവുമുള്ള ഏറ്റവും ചെറിയ ജീവിയാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുന്നത് ഈ 3 ഫാക്കൽറ്റികളെയാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ആഗസ്തീനോസ് പറയുന്നത്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു ഉൾച്ചേരലില്ലാതെ നമ്മൾ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ല. ബെനഡിക്ട് പാപ്പ നസറത്തുൽ യേശു എന്ന് പറയുന്ന 3 വോള്യമുള്ള പുസ്തകത്തിൽ 3ാമത്തെ വാല്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ സൃഷ്ടിയോടുകൂടി ദൈവത്തിൻ്റെ സർവശക്തി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമായി കൂട്ടിപ്പിണഞ്ഞ കിടക്കണമെന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ സർവശക്തിക്ക് ഒരല്പം പരിമിതിയുണ്ട്. നമ്മുടെ അനുവാദം കൂടാതെ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണേ. ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അനുവാദം കൂടാതെ എന്തെങ്കിലും ആ കുട്ടിയോട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇത് ദൈവത്തിൻ്റെ രഹസ്യത്തിൻ്റെ മറ്റൊരു മാനമാണ്. കുട്ടിയെ ജനിപ്പിക്കണോ ജനിപ്പിക്കണ്ടോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ജനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയുടെ അനുവാദം കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതേ പ്രശ്നം ദൈവത്തിന് പോലും നമ്മുടെ കാര്യത്തിൽ അവൻ സ്വാതന്ത്ര്യം പാലിക്കുന്നെങ്കിൽ വെറും സൃഷ്ടിയായ പിശാചന് നമ്മുടെ അനുവാദം കൂടാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്ന പറയണേ? അപ്പം നമ്മൾ ഒന്നുകിൽ പിശാചിൽ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അവന് വല്ലാതെ ഭയപ്പെടുകയോ ചെയ്താലേ പിശാചിന് നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയൂ. പ്രലോഭിപ്പിക്കാൻ പറ്റും. പാപം ചെയ്യണമെങ്കിൽ നമ്മുടെ അനുവാദം തന്നെ വേണം. അപ്പം അതിനാൽ നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലൊന്നും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇനി അങ്ങനെ ഞാൻ ദൈവത്തിലാണ് വിശ്വസിക്കുന്നെങ്കിൽ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ലെന്നാണ് സങ്കീർത്തകൻ പറയണേ. ഒരു ശക്തിക്കും നമ്മുടെ മേൽ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവിൻ്റെ തന്നെ ഒരു വചനം ഞാൻ പറയാം, നീയും സ്ത്രീയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. പിശാചിനോട് പറയണേ, നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുതികാലിൽ പരിക്കേൽപ്പിക്കാനേ പറ്റൂ. പിശാചിൻ്റെ ശക്തിക്ക് വളരെ ലിമിറ്റഡ് പവറേ ഉള്ളൂ. നമ്മൾ അവൻ്റെ തല തകർക്കും. തെളിവെന്താ? നമ്മിൽ ഒരുവനായ യേശു തല തകർത്തു. അവനോട് നമ്മൾ ചേർന്ന് നിന്നാൽ പിശാചിൻ്റെ തല നമ്മൾ തകർക്കും. കുറച്ച് പരിക്കേൽപ്പിക്കാനേ പിശാചിന് കഴിയൂ. അതിനാൽ പിശാചിന് ഇടം കൊടുക്കരുത്. നോർമലായിട്ട് ജീവിക്കുക. സാധാരണ കടയിലേക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ജീവിക്കുക. നമ്മൾ പേടിപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും അതിൽ നിന്ന് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയാണ് ഈ പരിപാടികൾ.
സഭാവിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.